ഇനി പെൺകുട്ടികൾക്ക് 15 വയസ്സിൽ വിവാഹമാകാം എന്നാണ് വിചിത്രവിധി. മുസ്ലിം പെൺകുട്ടികൾക്ക് വിവാഹം കഴിക്കാം. മുസ്ലിം വ്യക്തി നിയമപ്രകാരം ഇഷ്ടമുള്ളയാളെ വിവാഹം കഴിക്കാമെന്നും സുപ്രീം കോടതി. 2022 പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി ഉത്തരവ് സുപ്രീം കോടതി ശരിവച്ചു. 16 വയസ്സുള്ള മുസ്ലിം പെൺകുട്ടിയുടെയും 30 വയസ്സുകാരന്റെ വിവാഹം ചോദ്യം ചെയ്ത് ദേശീയ ബാലാവകാശ കമ്മീഷൻ നൽകിയ ഹർജി സുപ്രീം കോടതി തള്ളി. വിവരങ്ങളുമായി എസ് ശ്രീകാന്ത് ചേർന്നു. ശ്രീകാന്ത്, വളരെ വിചിത്രമായ ഒരു വിധിയാണ് സുപ്രീം കോടതിയിൽ നിന്ന് വന്നിട്ടുള്ളത്. മുസ്ലിം പെൺകുട്ടികൾക്ക് അത് 15 വയസ്സ് പൂർത്തിയായാൽ വിവാഹം നടത്താം, മറ്റ് തടസ്സങ്ങളില്ല എന്ന് സുപ്രീം കോടതി വിധിക്കുന്നു. നമ്മുടെ രാജ്യത്തെ നിയമം അങ്ങനെയല്ലല്ലോ. പക്ഷേ മുസ്ലിം വ്യക്തി നിയമപ്രകാരം ഇത്തരം വിവാഹങ്ങൾക്ക് തടസ്സമില്ല എന്ന സുപ്രീം കോടതിയിൽ നിന്നും തീരുമാനം വരുന്നു. കൂടുതൽ വിവരങ്ങൾ ശ്രീകാന്ത്. വിനോദ 18ഉം 21ഉമാണ് ഇന്ത്യയിൽ ഭരണഘടന അനുശാസിക്കുന്ന തരത്തിൽ പെൺകുട്ടിക്കും അതോടൊപ്പം തന്നെ ഈ ആൺകുട്ടിക്ക് വിവാഹം കഴിക്കുന്ന ആൺകുട്ടിക്കും ഉണ്ടാകേണ്ട പ്രായം എന്ന് പറയുന്നത്. ഈ പ്രായം കണക്കാക്കിയാണ് വിവാഹം നടത്തേണ്ടത്, അതിന് സാധുത കൽപ്പിക്കുന്നത്. പക്ഷേ ഇന്നിപ്പോൾ വന്നിട്ടുള്ള ഈ സുപ്രീം കോടതിയുടെ വിധി അനുസരിച്ചാണ് എങ്കിൽ ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 15 വയസ്സുള്ള പെൺകുട്ടിയെ ആലോചിക്കാൻ വരട്ടെ. ഈ പെൺകുട്ടികൾ എന്നുള്ളത് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർ മാത്രമാണ്. ബാക്കി വിഭാഗങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു കൺഫർമേഷൻ ഇതുവരേക്കും കിട്ടിയിട്ടില്ല. ഇന്ത്യൻ നിയമപ്രകാരം 18-21 അതാണ് പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും വിവാഹ പ്രായം. അതിനെയൊക്കെ മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഈ ഒരു വിധി. ഇത് പുതിയ വിധി എന്ന് മാത്രമല്ല, വിചിത്ര വിധി എന്നാണ് ജനം നോക്കിക്കാണുന്നത്. ഇപ്പോഴേ കാണുന്നുണ്ട് 18 ആകും മുന്നേ ഉള്ള വിവാഹത്തെക്കുറിച്ച്. ഇപ്പോൾ ഇതും കൂടെ ആയപ്പോൾ എല്ലാം കറക്റ്റായി. 18 വരെ കൂടെ വെയിറ്റ് ചെയ്യേണ്ടതില്ല. അതിനു മുന്നേ ആൾക്കാർക്ക് വിവാഹം കഴിക്കാം എന്നാണ് സുപ്രീം കോടതി വരെ പറയുന്നത്. പരമോന്നത നീതിപീഠത്തെ എതിർക്കാനോ ചോദ്യം ചെയ്യാനോ നമ്മൾ ആളല്ലല്ലോ. എങ്കിലും പറയാം, വിധി വിചിത്രം തന്നെയാണ്. ഒരു രാജ്യം ഒരു നിയമം എന്നൊക്കെ തന്നെയല്ലേ. നമുക്ക് വെയിറ്റ് ചെയ്ത് തന്നെ ഇരിക്കാം എന്താകും ഇതിൻ്റെ ഒരു അന്തിമ തീരുമാനം എന്നുള്ളത്. മുസ്ലിം പേഴ്സണൽ ലോ പ്രകാരമുള്ള ഈ വിചിത്ര വിധിയുടെ ഉദ്ദേശം എന്തെന്നറിയില്ല. പക്ഷേ നമുക്ക് കാത്തിരുന്നേ മതിയാകുള്ളൂ. സുപ്രീം കോടതി ഇത് പുനർപരിശോധിക്കുമെന്നാണ് കേട്ടറിവ്.